بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നുകിട്ടിയാൽ ورأيت الناس يدخلون في دين الله أفواجا ജനങ്ങൾ അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ فسبح بحمد ربك واستغفره إنه كان توابا നിന്റെ രക്ഷിതാവിനെ സ്തുതിക്കുന്നതോടൊപ്പം നീ അവനെ പ്രകീർത്തിക്കുകയും നീ അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. തീർച്ചയായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا من سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنك ميت وإنهم ميتون. ബഹുമാന്യ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഉത്തമരായ വിശ്വാസികളായി ജീവിക്കുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഏതാനും ആഴ്ചകൾ നമ്മുടെ ജീവിതത്തിലെ അവസാന ഘട്ടത്തിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് നാം ചെയ്യേണ്ട കർമ്മങ്ങൾ എന്നീ കാര്യങ്ങളെ സംബന്ധിച്ച് ചെറിയ രൂപത്തിൽ മനസ്സിലാക്കുവാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. മരണം നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. ആർക്കും മരണത്തിൽ നിന്ന് മോചനമില്ല. ലോകത്ത് എന്തൊക്കെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നാലും, ശാസ്ത്രം എത്രമാത്രം പുരോഗതി പ്രാപിച്ചാലും മരണത്തിന് മരുന്നില്ല. അത് എല്ലാ മനുഷ്യനും അനിവാര്യമായും അനുഭവിച്ചേ മതിയാവുകയുള്ളൂ. അസന്നിഗ്ധമായ ഭാഷയിൽ ഈ കാര്യം ഖുർആൻ മനുഷ്യ സമൂഹത്തെ ഉണർത്തുന്നു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ മനുഷ്യരും, എല്ലാ ആത്മാക്കളും മരണത്തെ രുചിക്കുന്നതാണ്, ആസ്വദിക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സന്ദർഭത്തിൽ സൂചിപ്പിച്ചു, എല്ലാ രോഗത്തിനും ചികിത്സ
ചികിത്സയുണ്ട്. വാർദ്ധക്യവും മരണവും ചികിത്സയില്ലാതെ അനിവാര്യമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അത്തരം ഘട്ടത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശമനുസരിച്ച് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യന് രോഗം സംഭവിക്കുന്ന ഘട്ടത്തിൽ തന്നെ മനുഷ്യൻ വളരെ പ്രാധാന്യപൂർവ്വം ചിന്തിക്കേണ്ടത് രോഗാതുരമായ സാഹചര്യത്തിൽ എന്ത് കാര്യങ്ങളാണ് നാം മനസ്സിലാക്കേണ്ടത് എന്നാണ്. സാധാരണ ചില രോഗങ്ങൾ നമ്മെ ബാധിക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ രോഗത്തിന് വേണ്ട ചികിത്സ ലഭ്യമല്ല. അതിനാൽ മിക്കവാറും ഈ രോഗത്തിലായിരിക്കും എൻ്റെ ജീവിതാന്ത്യം എന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്ന അവസ്ഥയുണ്ട്. ഇപ്പം നാട്ടിലെ പെയിൻ ക്ലിനിക്കുകളെല്ലാം രോഗിക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ഉപദേശമുണ്ട്. നിങ്ങളെ ബാധിച്ച രോഗം ക്യാൻസറാണ്, ഇതിന് മരുന്നില്ല, താൽക്കാലികമായി വേദനക്കുള്ള സംഹാരി മാത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഇത് മരണം വരെ നിങ്ങൾക്കുണ്ടാകും. ഇത് രോഗിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. പ്രതീക്ഷ നൽകിയിട്ട് ഇനിയും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാം എന്ന തോന്നൽ രോഗിക്കുണ്ടാകുന്നത് ഗുണകരമല്ല എന്നതാണ് ഇപ്പോഴത്തെ പുതിയ സമീപനം. അപ്പോൾ കൃത്യമായും രോഗിയെ ആ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. രോഗത്തിൻ്റെ ഗൗരവം എന്താണെന്നും ഈ രോഗത്തിൻ്റെ അവസാന ഘട്ടം എന്തായിരിക്കുമെന്നും മുൻകൂട്ടി രോഗിയെ ധരിപ്പിക്കുകയാണ്. എങ്കിലേ രോഗി ആ രോഗവുമായി താദാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇതാണ് പല രോഗത്തിൻ്റെയും സ്ഥിതി. അപ്പോൾ ചില രോഗങ്ങളൊക്കെ നമുക്ക് വന്നാൽ നമുക്ക് തന്നെ തോന്നും ഞാൻ മാരകമായ രോഗത്തിന് അടിപ്പെട്ടിരിക്കുന്നു, ഇനി രക്ഷാമാർഗമൊന്നുമില്ല, തൽക്കാലം എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്ന് രോഗിക്ക് തന്നെ ബോധ്യമാകുന്ന ഘട്ടമുണ്ട്. വാർദ്ധക്യ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആരോഗ്യം ക്ഷയിക്കുകയും പല്ലുകൾ കൊഴിയുകയും ജരാനരകൾ ബാധിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ സ്വയം വിലയിരുത്തുന്നു ഞാൻ ജീവിതത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. എന്നാൽ യാതൊരു രോഗവുമില്ലാതെ വാർദ്ധക്യമോ ശാരീരികമായ ക്ഷീണമോ ഒന്നുമില്ലാത്ത മനുഷ്യർ അവരും മരണത്തിന് വിധേയമാകുന്നു. റബ്ബ് പറഞ്ഞു ഒമിൻകും മൻ യുതവഫാ മിൻ ഖബൽ, വളരെ പ്രായാധിക്യം ചെന്ന് എന്നിട്ടും മരിക്കുമെന്ന് പ്രതീക്ഷിച്ച അവസ്ഥയിൽ മരിക്കാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. മറുഭാഗത്ത് നേരത്തെ തന്നെ യുവത്വകാലങ്ങളിൽ പോലും മരണപ്പെടുന്ന ആളുകളുമുണ്ട്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളാണ്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നാം കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരുപാട് രംഗങ്ങളുണ്ടെങ്കിലും പലപ്പോഴും ഇത്തരം ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, അത്തരം ഒരു സാഹചര്യത്തിന് നാം സാക്ഷിയാകേണ്ടി വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ പരിഭ്രമിക്കുന്നവരാണ് വലിയൊരു വിഭാഗം ആളുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ സമീപത്ത് നമ്മോടൊപ്പം നമ്മുടെ റൂമിൽ താമസിക്കുന്ന ഒരു വ്യക്തി മരണത്തിൻ്റെ വെപ്രാളങ്ങൾ പ്രകടിപ്പിക്കുന്ന സാഹചര്യം വന്നാൽ നാം നോക്കി നിൽക്കാതെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. രോഗാതുരമായ സാഹചര്യത്തിൽ അയാൾ മരണഗോഷ്ഠികൾ പ്രകടിപ്പിക്കുന്ന കണ്ടാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ നാം എന്ത് സമീപനം സ്വീകരിക്കണം എന്ന് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഒരു രോഗിയെ സന്ദർശിക്കുന്ന വ്യക്തി ആ രോഗിയോട് സമീപിക്കേണ്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് തന്നെ രോഗം വരുമ്പോൾ നാം സ്വയം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതെല്ലാം സവിസ്തരം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്ന് നാം വിശദമായി തന്നെ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ വലിയ ഫലം ചെയ്യുന്ന കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനോടെ മരിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം ആഗ്രഹിക്കാൻ പാടില്ല, ഇസ്ലാമിന്റെ നിയമങ്ങളാണ്. ഒരു വ്യക്തിയും എനിക്ക് മരിക്കണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. ഒരാൾക്ക് ഫൈൻകാന ലാബുദ്ധ
അനിവാര്യമായി തോന്നുകയാണ് ഇനി മരിക്കുകയല്ലാതെ മാർഗമില്ല എന്ന്, എങ്കിൽ പോലും അള്ളാഹുവെ എന്നെ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ പാടില്ല. ദയാവധം എന്നത് ഇസ്ലാമിലില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സ്വയം അത്തരത്തിൽ മരണത്തിന് വിധേയനായ വ്യക്തി ഉണ്ടായിരുന്നു. യുദ്ധത്തിൽ മുറിവേറ്റ് പരിക്കുകൾ ധാരാളം ബാധിച്ചൊരു വ്യക്തി, അസഹ്യമായ വേദന സഹിക്കാൻ തയ്യാറല്ലാതെ അദ്ദേഹം വാള് കുത്തനെ വെക്കുകയും അതിന് മുകളിൽ തന്റെ ശരീരം അമർത്തി സ്വയം ആത്മഹത്യ ചെയ്തു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയത് അയാൾ നരകത്യാഗം എന്നാണ്. പ്രവാചകനോടൊപ്പം മുസ്ലിമായ മനുഷ്യൻ യുദ്ധഭൂമിയിൽ ശക്തമായി പോരാടിയ വ്യക്തി, ആ വ്യക്തി തന്റെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ ജീവൻ ഹനിച്ചപ്പോൾ നരകത്തിലാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ ഏത് ഘട്ടം വന്നാലും എന്നെ നിങ്ങൾ കൊല്ലണമെന്ന് ഒരു രോഗിക്ക് ഡോക്ടറോട് പറയാൻ ഇസ്ലാമികമായി അനുവാദമില്ല. ചില രാജ്യങ്ങളൊക്കെ ദയാവധം ഇപ്പോൾ അനുവദിക്കുന്നുണ്ട്. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ഘട്ടമാണ് നമുക്കുള്ളതെങ്കിൽ എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മോട് പഠിപ്പിക്കുന്ന ലാ തതമന്നൗൽ മൗത്ത്, ഒരിക്കലും നിങ്ങൾ മരണം ആഗ്രഹിക്കരുത്. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചു. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തോട് റസൂൽ പറഞ്ഞു, പിതൃവരെ അങ്ങ് മരണം ആഗ്രഹിക്കരുത്. താങ്കൾക്ക് ദീർഘായുസ് വീണ്ടും ലഭിക്കുകയും ആയുഷ്കാലം ലഭിക്കുകയും അത് നന്മ പ്രവർത്തിക്കുവാൻ അവസരമാവുകയും ചെയ്യുകയാണെങ്കിൽ അത് പരലോകത്തേക്ക് വലിയ നേട്ടമാണ്. അതല്ല, ലഭിക്കുന്ന ഭാവിയിലുള്ള ആയുസ്സുകൾ തിന്മകൾക്ക് പശ്ചാത്തപിച്ചിട്ട് ഒരു ജീവിതം നയിക്കാനാണെങ്കിൽ അതും നിങ്ങൾക്ക് ഹൈറായി ചെയ്യും. അതുകൊണ്ട് അവശേഷിക്കുന്ന ജീവിതകാലം ഹൈറാകുവാൻ അവസരമാണുള്ളത്. അതിനാൽ ഒരിക്കലും തന്നെ എൻ്റെ ആയുസ് ഹനിച്ചു കളയണം, ജീവൻ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കരുത് എന്ന്. വളരെ അനിവാര്യമായി തോന്നുന്ന ഒരു സാഹചര്യമാണെങ്കിലും നമുക്കങ്ങനെ തോന്നാറുണ്ട്. ഒരു രോഗിനെ നമ്മൾ സന്ദർശിക്കുന്നു, ഒരുപക്ഷെ 6, 7, 8 വർഷം പിന്നിട്ടുണ്ടാവും. ഒരേപോലെ കിടക്കുന്ന മനുഷ്യൻ, വാട്ടർ ബെഡിൽ കിടക്കുന്ന ആ മനുഷ്യന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും പൊട്ടിയിരിക്കും. ശ്വാസമുണ്ട്, പക്ഷേ തലച്ചോറ് പ്രവർത്തിക്കുന്നില്ല. ഭക്ഷ്യപദാർത്ഥങ്ങളൊന്നും ആ മനുഷ്യനില്ല. അങ്ങനെ തന്നെ കിടക്കുന്ന ആളുകളുണ്ട്. ബ്രെയിൻ ട്യൂമർ, അതുപോലുള്ള ചില രോഗം ബാധിച്ച വ്യക്തികളുടെ അവസ്ഥ അതാണ്. കണ്ണിന് കാഴ്ചയില്ല, ശരീരത്തിന് ചലനമില്ല, എന്നാൽ ജീവൻ നിലനിൽക്കുകയും ചെയ്യും, ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ആ കിടപ്പ് വർഷങ്ങളോളം കിടക്കും. നമ്മൾ വാട്ടർ ബെഡൊക്കെ ഉപയോഗിച്ചാൽ പോലും ഇത്തരം ആളുകളുടെ ശരീരം അവസാനം പൊട്ടാൻ തുടങ്ങും. ഈ ദയനീയമായി കിടക്കുന്ന നമ്മുടെ സുഹൃത്തിന്റെ, യുവാവിന്റെ ശരീരം കാണുമ്പോൾ കാണുന്ന നമ്മുടെ മനസ്സിൽ പോലും തോന്നിപ്പോകും, പടച്ചോനെ എത്ര കാലമാണ് ഇങ്ങനെ ഈ കിടക്കുന്നത്, ഒന്ന് മരിച്ചിരുന്നെങ്കിൽ അയാൾക്ക് അത്ര ഹൈറായിരുന്നു എന്ന് നമ്മുടെ മനസ്സ് പോലും ആഗ്രഹം തോന്നിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്ന ആശയം, ഇത്തരം ഘട്ടങ്ങൾ അനിവാര്യമായ സാഹചര്യമാണ് നമുക്ക് തോന്നുന്നെങ്കിൽ പോലും പടച്ചവനോട് പറയുക, ഇൻകാനത്തിൽ ഹയാതു ഖൈറൻ, പടച്ചവന് ജീവിതമാണ് ഇയാൾക്ക് എനിക്ക് ഹൈറെങ്കിൽ എനിക്ക് നീ ജീവിതമാണ് തരേണ്ടത്, മരണമാണ് ഹൈറെങ്കിൽ എന്നെ നീ മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കാനാണ്. ഇത് റസൂൽ നമ്മൾ പഠിപ്പിക്കുന്ന ആദർശം വളരെ ശ്രദ്ധേയമാണ്. എന്നെ മരിപ്പിക്കണേ എന്ന് ആഗ്രഹിക്കുകയോ അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയോ ചെയ്യാൻ നമുക്ക് അനുവാദമില്ല. ഏറി വന്നാൽ നമുക്ക് അനുവദിക്കുന്നത്, എന്റെ ഭാവി ജീവിതം എന്താണ് റബ്ബേ നിനക്കാണ് അറിയുക, എനിക്ക് ആയുസ് ലഭിക്കുന്നത് ഹൈറാണെങ്കിൽ എന്നെ നീ ജീവിപ്പിക്കണം, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ മരിപ്പിക്കണം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് തന്നെ മരിക്കാൻ ആഗ്രഹിക്കുകയോ സ്വയം മരണം തിരഞ്ഞെടുക്കുകയോ ചെയ്യുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ശത്രുവിനോട് പോരാടേണ്ടി വരുന്നത് അത്തരം സന്ദർഭങ്ങളിൽ ശത്രുവിന്റെ വെട്ടേറ്റുകൊണ്ട് നാം മരിക്കുകയാണ്. അവിടെ നാം മരണം തിരഞ്ഞെടുക്കുന്നത് സ്വയം ആത്മഹത്യ ചെയ്യാനാണ്. മറിച്ച് റബ്ബിന്റെ മാർഗത്തിൽ നമ്മുടെ ജീവൻ ഹനിക്കുക എന്ന മഹത്തായ ത്യാഗത്തിന്റെ മാർഗമാണ്. അപ്പൊ അതിനാൽ ഒരു രോഗിയായ മനുഷ്യൻ അയാളുടെ മനസ്സിൽ ഒരിക്കലും മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാകരുത്. മറിച്ച് അവസാന നിമിഷത്തിൽ പോലും വ്യക്തിയുടെ മനസ്സിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പ്രതീക്ഷ ഉണ്ടായിരിക്കണമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു യുവാവിനെ സന്ദർശിച്ചു.
ആ യുവാവിനോട് റസൂൽ ചോദിച്ചു, എങ്ങനെയുണ്ട്, എന്താണ് നിനക്ക് തോന്നുന്നത് എന്ന്. ആ യുവാവ് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് പ്രതീക്ഷ തോന്നുന്നുണ്ട്. പക്ഷേ പടച്ചവന്റെ ശിക്ഷയും എന്റെ പാവങ്ങളും ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഒരു സന്ദർഭത്തിൽ ഈ ഭയവും ആശങ്കയും പ്രതീക്ഷയും പ്രത്യാശയും ഒരുമിച്ച് ഒരു വിശ്വാസിയുടെ കൽബിലുണ്ടെങ്കിൽ, മനസ്സിലുണ്ടെങ്കിൽ അത് നന്മയുടെ സൂചകമാണെന്ന് റസൂൽ പഠിപ്പിക്കുന്നു. ഇത്തരമൊരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ റഹ്മത്തിനെ പറ്റി ആലോചിച്ചുകൊണ്ട് പടച്ചവൻ എന്നോട് കരുണ ചെയ്തേക്കാം എന്ന ഒരു പ്രതീക്ഷയാണ് ആ മനുഷ്യന്റെ മനസ്സിലുള്ളത്. അള്ളാഹു അത്യധികം കഠിനമായ രീതിയിൽ ശിക്ഷിക്കുന്നവനാണല്ലോ, അതിന് മാത്രം പാപങ്ങളൊക്കെ ഞാൻ ചെയ്തു പോയിരിക്കുന്നല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ഭയവും ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് നല്ല ലക്ഷണമായിട്ടാണ്, അവന്റെ അന്ത്യഘട്ടം നല്ല രൂപത്തിലാണ് എന്ന് മനസ്സിലാക്കാനുള്ള അടയാളം എന്ന നിലക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കുകയും നാം മരിക്കുമെന്ന് നമുക്ക് തോന്നുകയും ചെയ്യുന്ന ഘട്ടം വരുമ്പോൾ എന്നല്ല, രോഗം വന്നാൽ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ നമ്മൾ നീട്ടിക്കൊണ്ടുപോകുന്ന സംഗതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കടബാധ്യതയാണ്. കടത്തിന്റെ കാര്യം നമ്മൾ ഗൗരവമായി കാണണം. ഇന്ന് ലാഘവത്തോടെ കാണുന്ന ഒരു വിഷയമാണ് കടം. കടം വാങ്ങുന്നതിനോ കൊടുക്കുന്നതിനോ, വാങ്ങിയ കടം നിഷേധിക്കുന്നതിനോ, തനിക്ക് വീട്ടാൻ കഴിയാത്തത്രയും കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനോ, ഇതൊന്നും ആളുകൾക്ക് പ്രശ്നമല്ലാത്തൊരു വിഷയമാണ്. എന്നല്ല, കടം വാങ്ങിയ വ്യക്തി ആത്മഹത്യ ചെയ്താൽ പ്രശ്നം പരിഹരിച്ചു എന്നുള്ളിടത്താണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്. ആളുകൾക്ക് കടം കൊടുക്കാറുണ്ട്, അത് കൊടുക്കാതിരിക്കാനുള്ള ഒരു വഴിയല്ല ആത്മഹത്യ. എന്നാൽ കടം കൊടുക്കണ്ട, ചോദിക്കാൻ ആരും വരില്ല എന്നതാണ്. പക്ഷെ ഇതൊന്നും രക്ഷാമാർഗമല്ല. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യത്ത് കൊണ്ടുവന്ന പള്ളിയിൽ വെച്ചാൽ ആദ്യമായി പ്രവാചകൻ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം ആ മയ്യത്തിന് കടബാധ്യതയുണ്ടോ എന്നതാണ്. കടം ഉണ്ട് എന്ന് പറഞ്ഞാൽ പ്രവാചകൻ പറയും, സല്ലു അലാ സാഹിബിക്കും, നിങ്ങൾ നിസ്കരിച്ചു. ആളുകളോട് നിസ്കരിക്കാൻ പറയും, റസൂൽ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നില്ല എന്നർത്ഥം. ഒരു മയ്യത്ത് നമസ്കാരത്തിൽ അല്ലാഹു റസൂൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നഷ്ടം തന്നെയാണ്. പ്രവാചകന്റെ പ്രാർത്ഥന ആ മയ്യത്തിന് ലഭിക്കുന്നില്ല എന്നത് വലിയ നഷ്ടമാണ്. ആ കടത്തിന്റെ പരിഹാരം ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുക്കുകയുള്ളൂ. ഒരു സന്ദർഭത്തിൽ ഒരു സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ കടം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന്. വീണ്ടും റസൂൽ ചോദിച്ചു, നീ ഏറ്റെടുത്തത് ഉറപ്പാണോ എന്ന് ചോദിച്ചു. ഉറപ്പ് വരുത്തി പ്രവാചകൻ. അതേ എന്ന് ആ സഹാബി പറഞ്ഞു. അങ്ങനെ മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് മറവൊക്കെ ചെയ്തു. അടുത്ത ദിവസം ഈ സഹാബിയെ കണ്ടപ്പോൾ റസൂൽ ചോദിച്ചു, ഇന്നലെ നീ ഏറ്റെടുത്തിരുന്ന കടം കൊടുത്തു തീർത്തോ എന്ന്. റസൂൽ, ഞാൻ കൊടുത്തിട്ടുണ്ട്, 2 ദീനാർ ഇനി ബാക്കിയുണ്ട്, അതും കൂടി ഉടനെ കൊടുക്കണം. അത്രമാത്രം ഗൗരവപൂർവമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തിന്റെ കാര്യം സൂചിപ്പിച്ചു. റസൂൽ പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഷഹീദാകുന്ന മനുഷ്യൻ, രക്തസാക്ഷിയാകുന്ന വ്യക്തിയുടെ സർവ്വ പാപങ്ങളും ഒന്ന് പുറത്തു കൊടുക്കും. എല്ലാ പാപങ്ങളും അള്ളാഹുവിന് മാപ്പാക്കുന്നതാണ്. എന്തുമാത്രം വലിയ പാപങ്ങൾ ചെയ്ത വ്യക്തിയാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദീനിന്റെ ഉന്നതിക്ക് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുന്ന, വിശുദ്ധ യുദ്ധത്തിൽ പങ്കെടുത്ത് മരിക്കുന്ന രക്തസാക്ഷിയാണെങ്കിൽ അയാളുടെ പാപങ്ങളെല്ലാം അള്ള പുറത്തു കൊടുക്കും. ഇല്ലത്തെയും കടം അതിൽ ഉൾപ്പെടുകയില്ല. ആ കടം കൊടുത്തു തീർക്കുക തന്നെ വേണം എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്നുകൂടി വിശദീകരിച്ചുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, ഈ കടബാധ്യതയുള്ള വ്യക്തിയുടെ മയ്യത്ത് മഹ്ബൂസൻ ഫീ ഖബരിഹി, ഖബറിൽ തടവിൽ കഴിയുന്ന വ്യക്തിയാണ്. അയാൾ ആ തടവിൽ നിന്ന് മോചനത്തിന് വിധേയനാകുന്നത് ഈ കടം കൊടുത്തു തീർക്കുമ്പോഴാണ്. എന്നാണോ അവകാശികൾ, ബന്ധപ്പെട്ട ആളുകൾ ആ കടബാധ്യത തീർക്കുന്നത്, അത്രയും കാലം ഈ വ്യക്തി തടവിൽ കഴിയുകയാണ് എന്നാണ് റസൂൽ വിശദീകരിച്ചത്. മറ്റു സൽക്കർമ്മങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കടത്തിന്റെ കാര്യത്തിൽ അത്ര ഗൗരവമുള്ള താക്കീദിന്റെ സ്വരമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ കടത്തിന്റെ കാര്യം എന്തുമാത്രം ഗൗരവപൂർവ്വം കണ്ടു എന്നുള്ളത്
നിങ്ങൾ പഠിക്കാൻ പോകുന്ന അൽ-ബഖറയുടെ ആയത്തിൽ നിങ്ങൾക്ക് കാണാം. ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് ദയ്യാണ്. അങ്ങനെ വലിയ ആയത്തിലൂടെ സുദീർഘമായി കടത്തിന്റെ കാര്യവും സാക്ഷ്യത്തിന്റെ കാര്യങ്ങളും വിശദീകരിക്കുകയാണ് അല്ലാഹു ചെയ്തിട്ടുള്ളത്. കാരണം അത്ര ഗുരുതരമാണ് കടം എന്നത്. പക്ഷെ ലാഘവത്തോടെ കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് നിസ്സാരമല്ല. ആ കടബാധ്യത കൊടുത്തു തീർക്കാതെ മരിച്ചു പോയാൽ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മുടെ നന്മകൾ എടുത്ത് ഈ കടം ലഭിക്കേണ്ട ആളുകൾക്ക് പരലോകത്ത് ഓഹരി വെക്കേണ്ടി വരും. ഏറ്റവും വിലപിടിപ്പുള്ള സംഗതി പരലോകത്ത് ഹസനത്താണ്, നന്മകളാണ്. ആ നന്മകൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ദുർഗതി വരിക എന്നത് ചെറുതല്ല. അതുകൊണ്ട് തന്നെ കടത്തിന്റെ കാര്യം ഗൗരവമായി കാണുന്നു. കടബാധ്യത തീർക്കാതെ സ്വത്ത് ഓഹരി വെച്ചെടുക്കാൻ അവകാശികൾക്കും യാതൊരു നിലക്കുള്ള അനുവാദവുമില്ല. കടം കഴിച്ച് ബാക്കിയുള്ള സ്വത്ത് മാത്രമേ ഓഹരിക്കാൻ പറ്റൂ. അതിനാൽ തന്നെ കടം നമ്മുടെ ബാധ്യതയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ നമ്മൾ മനസ്സിലാക്കുകയും രോഗിയായി കഴിഞ്ഞാൽ കടത്തെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്കുണ്ടാവും. അത് രേഖപ്പെടുത്തി വെക്കണം. ആ കടം കൊടുക്കുവാനുള്ള ആളുകൾ ആരാണോ അവരെ കുറിച്ച് ധാരണ നമുക്കുണ്ടാകണം. മറ്റുള്ളവരോട് ആ കാര്യത്തെ സംബന്ധിച്ച് വസിയ്യത്ത് ചെയ്യണം. ഇത്ര രൂപ അല്ല ഇന്ന സാമ്പത്തിക ഇടപാടുകൾ ആളുകളൊക്കെ ആയിട്ടുണ്ട്, അതെല്ലാം എന്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ കൊടുത്തു തീർക്കണമെന്ന് മറ്റുള്ളവരോട് വസിയ്യത്ത് ചെയ്യണം. സ്വന്തമായി സമ്പത്തില്ലാത്ത വ്യക്തിയാണെങ്കിൽ മക്കളോടോ ബന്ധുക്കളോടോ പറയണം, ഈ കടങ്ങളെല്ലാം എനിക്ക് വേണ്ടി നിങ്ങൾ കൊടുത്തു തീർക്കണമെന്ന്. അത്ര ഗൗരവപൂർവമാണ് കടത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത്. കടം എന്നതുപോലെ തന്നെ നാം മാപ്പ് ചോദിക്കേണ്ട, ക്ഷമ ചോദിക്കേണ്ട മറ്റു കുറെ സംഗതികളുണ്ട്. നമ്മളെ നാക്കിന് നിയന്ത്രണമൊന്നുമില്ല. അല്പം രാഷ്ട്രീയക്കാരനും കൂടിയാൽ എന്തോ ആവാം. അതാണ് നമ്മുടെ ഒരു സമീപനം. ആരെ പറ്റിയും എന്ത് പരദൂഷണവും പറയാം. അത് നോട്ടീസാക്കാം, പത്രക്കാരനാകാം, ഏത് മേഖലയിലായാലും യാതൊരു മടിയുമില്ലാതെ ആളുകളെ സംബന്ധിച്ച് ഗീബത്തും പരദൂഷണമൊക്കെ പറയുന്നതിൽ നമ്മൾ മുൻപത്തിയിലാണ്. അത് റമദാനിന് നോമ്പെടുത്താൽ നമ്മൾ പറയില്ല. അപ്പൊ അറിയാത്തതൊക്കെ റമദാന് നോമ്പ് തുറന്നാൽ പറയും. ബാക്കി റമദാൻ മാസം കഴിഞ്ഞിട്ട് പറയും. അപ്പൊ ഏകദേശം ഈക്വലായിട്ട് പോകും. കുറവ് വരാൻ പാടില്ല എന്നുള്ളതാണ് സംഭവം. അത് ചില വിഷയങ്ങളാണെങ്കിൽ ആളുകളെ സംബന്ധിച്ച് എന്ത് ആരോപണവും പറയാം, അപവാദങ്ങളും പ്രചരിപ്പിക്കാം. ഇതൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. നമ്മൾ ഓർക്കുന്നില്ലെങ്കിലും മലക്കുകൾ ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ബാധ്യതയായി പരലോകത്ത് അവശേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്തരം അപവാദങ്ങൾ, ആരോപണങ്ങൾ, ഗീബത്തുകൾ, പരദൂഷണങ്ങൾ, ഏഷണികളൊക്കെ ആരെക്കുറിച്ചൊക്കെ പറയുകയും ആക്ഷേപിക്കുകയും അവരെ സമൂഹത്തിനിടയിൽ ഇകഴ്ത്തുകയൊക്കെ ചെയ്തോ ആ ആളുകളോട് ക്ഷമ ചോദിക്കണം. അവരുടെ മനസ്സ് തൃപ്തിയായിരിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ രോഗിയാകുന്ന ഘട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ള ബാധ്യത എന്ന നിലയ്ക്ക് നമ്മൾ നോക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാനത ഇൻദഹു മദ്ലമത്തുൻ ലിഅഖീഹി മിൻ ഇർദിഹി ഔ മാലിഹി. ഒരാളുടെ അഭിമാനത്തെ ക്ഷതമേൽപ്പിച്ചതുകൊണ്ടോ ഒരാൾക്ക് സാമ്പത്തികമായ ബാധ്യതകളോ അക്രമങ്ങളോ നടത്തിയത് കൊണ്ടോ മറ്റുള്ളവരോട് ബാധ്യത വന്ന വ്യക്തിയാണെങ്കിൽ ഫൽയുഅദ്ദിഹാ ഇലൈഹി ഖബല അൻ യഅതി യൗമുൽ ഖിയാമ. അന്ത്യനാൾ വരുന്നതിന്റെ മുമ്പ് അതെല്ലാം അവൻ കൊടുത്തു തീർക്കട്ടെ. ലാ യുഖ്ബലു ഫീഹി ദീനാറും വലാ ദിർഹം. ആ അന്ത്യനാളിൽ ദീനാറോ ദിർഹമോ സ്വീകരിക്കപ്പെടുന്ന ദിനമല്ല. അതിന്റെ മുമ്പായി അവൻ ചെയ്തു തീർക്കണം. ഇല്ലെങ്കിൽ വരാൻ പോകുന്ന വിപത്ത് എന്താണ്? ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖിദ മിൻഹു വഉദിയ സാഹിബുഹു. ഈ വ്യക്തി ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ അത് ഇയാളിൽ നിന്ന് എടുക്കുകയും മറ്റുള്ളവർക്ക് നൽകപ്പെടുകയും ചെയ്യും. അപ്പൊ ഇയാൾ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അതിന്റെയൊക്കെ പ്രതിഫലം ഇയാളിൽ നിന്നെടുത്ത് ആർക്കൊക്കെയാണോ കൊടുക്കേണ്ട അവകാശികൾ അവർക്കെല്ലാം പരലോകത്തിച്ച് ഓഹരി വെച്ച് കൊടുക്കും. സൽക്രമങ്ങൾ ഇല്ലെങ്കിലോ മറ്റുള്ള ആളുകളുടെ തിന്മകൾ എടുത്ത് ഇയാൾക്ക് ഇങ്ങോട്ട് പകരം നൽകുകയും ചെയ്യും. ഹിസാബ് കൃത്യമായും അവിടെ പൂർണ്ണമായും നിർവഹിക്കപ്പെടും. ഇത്തരത്തിലൊരു അവസ്ഥ വരുമ്പോൾ ആ വ്യക്തി പൂർണ്ണമായും നരകാവകാശിയായി മാറുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമുള്ള വിഷയമായിട്ടാണ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഉപദേശം. അപ്പൊ അതിനാൽ ആളുകളോട് സാമ്പത്തികമായ ഇടപാടുകളിൽ നടന്നിട്ടുള്ള അതിക്രമങ്ങൾ, കടബാധ്യതകൾ, അതേപോലെ തന്നെ അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന രീതിയിൽ ആളുകളെ സംബന്ധിച്ച് ആക്ഷേപങ്ങളും പരാതികളും അപവാദങ്ങളൊക്കെ പ്രചരിപ്പിച്ചത്, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് പരിഹരിച്ചു കൊള്ളണം. അത് ആഖിറത്തിലേക്ക് നീട്ടിവെക്കാം, പിന്നീടാകാമെന്ന് നാം അങ്ങനെ സങ്കല്പിച്ചുകൂടാ, അങ്ങനെ ചിന്തിച്ചുകൂടാ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ഏറ്റവും വലിയ നഷ്ടക്കാരൻ നമ്മളായിത്തീരുന്നു എന്നതാണ്. ഈ ദുനിയാവിലുണ്ടാക്കിയ എല്ലാ സൽക്കർമ്മങ്ങളും നഷ്ടപ്പെട്ട് അവസാനം കയ്യിലൊന്നുമില്ലാതെ സീറോ ആയി പരലോകത്ത് ഒരു മനുഷ്യനായിത്തീരുക എന്നതാണ് ഏറ്റവും ദയനീയമായ പരാജയം. അല്ലാഹു റസൂൽ വിശേഷിപ്പിച്ചത് മുഫ്ലിസ് എന്നാണ്. പൂർണ്ണമായ അർത്ഥത്തിൽ പാപ്പറായ മനുഷ്യൻ ആ വ്യക്തിയാണ്. നിസ്കരിക്കുകയും നോമ്പെടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു, അതിനേക്കാൾ ഉപരിയായി അങ്ങേപ്പുറത്ത് മറുഭാഗത്ത് തിന്മകൾ ചെയ്തു, സമൂഹത്തോട് വ്യക്തികളോട് ഒരുപാട് അക്രമങ്ങളും അധിക്ഷേപങ്ങളൊക്കെ ചെയ്തു. എങ്കിൽ ആ വ്യക്തി പരലോകത്ത് വരുമ്പോൾ പൂർണ്ണ അർത്ഥത്തിലുള്ള മുഫ്ലിസ് ആയിരിക്കും, പാപ്പറായിരിക്കും എന്ന് റസൂല് പറയുന്നു. അതുകൊണ്ട് ഇത് വരാതിരിക്കുവാൻ രോഗം ബാധിക്കുമ്പോൾ പ്രത്യേകിച്ചും മരണഘട്ടത്തിലേക്ക് എത്തുമെന്ന് ഓർമ്മിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ബോധം നമുക്കുണ്ടാവുകയും ക്ഷമ ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കുകയും കടങ്ങൾ കൊടുത്തുവിട്ടുകയും ഇത്തരം കാര്യങ്ങൾക്ക് തൽക്കാലം നിർവഹിക്കാൻ സാധിക്കില്ലെങ്കിൽ വസിയത്ത് ചെയ്തുകൊണ്ടെങ്കിലും പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണം എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. സാധാരണ ചില വ്യക്തികളൊക്കെ രോഗം മൂർജിക്കുകയും പ്രയാസഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോൾ തനിക്ക് പിന്നീട് പ്രതിഫലം കിട്ടുവാൻ വേണ്ടി വസിയത്ത് ചെയ്യുന്ന ആളുകളുണ്ട്. പലപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ അയാളുടെ കർമ്മം അവസാനിച്ചു, പിന്നെ അയാൾക്ക് പ്രവർത്തനമൊന്നുമില്ല. പക്ഷെ മരിച്ചാലും അവസാനിക്കാത്ത 3 പ്രവർത്തനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അത് ഒന്ന്, അയാൾ മക്കളെ സാലിഹായി വളർത്തിക്കൊണ്ടുപോകുന്നു. ആ സന്താനങ്ങൾ ഇയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകമായ ഫലം ആ വ്യക്തിക്ക് മരിച്ചതിന്റെ ശേഷവും ലഭിച്ചുകൊണ്ടിരിക്കും. രണ്ടാമത്തത് സദഖത്തിൻ ജാരിയ, നിലനിൽക്കുന്ന സദഖ. പള്ളികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, സമൂഹത്തിലെ ആവശ്യത അനുഭവിക്കുന്നവർക്ക് ഇങ്ങനെയൊക്കെ ആളുകൾ ദാനം ചെയ്യാറുണ്ട്. റോഡും കുളവും കിണറും എല്ലാം അതിൽപ്പെട്ടതന്നെ. അപ്പൊ ഏത് തരത്തിലുള്ള ദാനമാണെങ്കിലും നല്ല കാര്യത്തിന് വേണ്ടി ഒരാൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ദാനം ചെയ്തു, അയാൾ മരിച്ചാലും ആ ദാനത്തിന്റെ ഫലം ഇവിടെ നിലനിന്നുകൊണ്ടിരിക്കുന്നു. എങ്കിൽ ആ ഫലം നിലനിൽക്കുന്ന കാലമത്രയും ഇയാളുടെ ഖബർ ജീവിതത്തിലേക്ക് ഈ സദഖയുടെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. മൂന്നാമത്തെ ഇൽമുൻ യന്തഫഉ ബിഹി, ഉപകരിക്കുന്ന അറിവാണ്. ആളുകൾക്ക് അറിവുകൾ പഠിപ്പിച്ചു കൊടുത്തു. ആ അറിവനുസരിച്ച് ആളുകൾ ജീവിക്കുകയും അതുകൊണ്ട് ജനങ്ങൾക്ക് ഫലം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിൽ അതിന്റെ ഗുണം ഈ പഠിപ്പിക്കുന്ന ആൾക്ക് മരണാനന്തരം ലഭിച്ചുകൊണ്ടിരിക്കും. ഒരു ഗ്രന്ഥമായാലും കേസറ്റായാലും CD ആയാലും എല്ലാം അതിന്റെ ഭാഗം തന്നെയാണ്. അത് അയാളുടെ മരണാനന്തരം ഖബറിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുണ്യം കിട്ടുന്ന കാര്യങ്ങളാണ്. ഈ 3 കർമ്മങ്ങൾ ഇവിടെ അവശേഷിക്കുന്നു എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചില വ്യക്തികളൊക്കെ സാധാരണ പ്രായം ചെന്ന് മരിക്കുമെന്നുള്ള ഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ തനിക്ക് തന്നെ മരണാനന്തര ജീവിതത്തിലേക്ക് പ്രതിഫലം കിട്ടുവാൻ വല്ലതും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ അവർ സ്വത്ത് വഖഫ് ചെയ്യാറുണ്ട്, കെട്ടിടങ്ങൾ ദാനം ചെയ്യാറുണ്ട്. അത് പള്ളികൾക്കാകാം, അറബി കോളേജുകൾക്കാകാം, അനാഥശാലയത്തിനാകാം, അല്ലെങ്കിൽ ആശുപത്രികൾക്കാകാം. ഏതായിരുന്നാലും സ്വാലിഹായ കർമ്മത്തിന്റെ നല്ല കാര്യത്തിന് വേണ്ടി അങ്ങനെ വഖഫ് ചെയ്യാറുണ്ട്. ഇങ്ങനെ വഖഫും വസിയ്യത്തൊക്കെ ചെയ്യുമ്പോൾ പൊതുവായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുള്ളത്, ഒരാൾക്ക് വസിയ്യത്ത് ചെയ്യാൻ അനുവദിക്കുന്നത് സ്വത്തിന്റെ 1/3 ഭാഗമാണ്. 1/3 ഭാഗമാണ് വസിയ്യത്ത് ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നത്. സഅദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സന്ദർശിച്ച സന്ദർഭമാണ്. അദ്ദേഹം രോഗിയായി കിടപ്പിലായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു സന്ദർശിച്ച് അദ്ദേഹവുമായി റസൂൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എനിക്ക് ഏക മകളാണ് അവകാശിയായിട്ടുള്ളത്. എനിക്കാണെങ്കിൽ കുറേ സ്വത്തുമുണ്ട്. അതിനാൽ എന്റെ സമ്പത്തിന്റെ 2/3 ഭാഗം ഞാൻ വസിയ്യത്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചില്ല. സമ്പത്തിന്റെ പകുതി വസിയ്യത്ത് ചെയ്യാൻ ചോദിച്ചപ്പോഴും പ്രവാചകൻ അനുവാദം നൽകിയില്ല.
മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ അനുവദിക്കുന്നത് മൂന്നിലൊരു ഭാഗമാണ്. അദ്ദേഹം ചോദിക്കുന്ന റസൂലിനോട്, എങ്കിൽ മൂന്നിലൊരു ഭാഗം ഞാൻ വസിയത്ത് ചെയ്താലോ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വസ്സുലുസു കസീർ, അത് തന്നെ അധികമാണ്. ഏതായിരുന്നാലും മൂന്നിലൊരു ഭാഗം അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് റസൂല് ചേർത്തുകൊണ്ടൊരു കാര്യം പറഞ്ഞു. സഅദേ അൻ തദഅ വറസതക അഗ്നിയാ ഖൈറുൽ ലക മിൻ അൻ തദഅഹും ആലതൻ യതകഫഫൂന അന്നാസ്. ജനങ്ങളോട് കൈകാണിക്കുന്ന അവസ്ഥയിൽ അനന്തരാവകാശികളെ വിട്ടേച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അവരെ ധനികരായി അവശേഷിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അവകാശികളായിട്ട് ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം സമ്പത്തിന്റെ വിഹിതം കിട്ടട്ടെ, അതാണ് ഖൈർ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം സൂചിപ്പിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾക്ക് വസിയ്യത്ത് ചെയ്യാൻ അനുവദിക്കുന്നത് സമ്പത്തിന്റെ മൂന്നിൽ ഒരു ഭാഗമാണ്. പലപ്പോഴും ഇത്തരം വസിയ്യത്തുകൾ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുള്ളത് ആശുപത്രിയിൽ വെച്ചിട്ടോ രോഗശൈലിയിൽ വെച്ചോ ആയിരിക്കും. ആ വസിയ്യത്ത് നടപ്പിലാക്കുന്ന സമയത്ത് തർക്കവും ഉണ്ടാകും. അത് വാപ്പ അങ്ങനെ ശരിക്ക് ആലോചിച്ച് പറഞ്ഞൊന്നല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അവകാശികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ്? അവസാനം ഭീമമായ തോട്ടങ്ങളോ വരുമാനമൊക്കെയുള്ള വ്യക്തിയാണ് വസിയ്യത്ത് ചെയ്തെങ്കിൽ കൂടുതൽ വരുമാനമുള്ളത് മാറ്റിവെച്ചിട്ട് വരുമാനമില്ലാത്ത സ്ഥലങ്ങളും മറ്റൊക്കെയാകും ആ വസിയ്യത്ത് പൂർത്തിയാക്കാൻ വേണ്ടി പിന്നെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള പല കൃത്രിമങ്ങളും വസിയ്യത്തിൽ നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ വസിയ്യത്ത് ചെയ്യുമ്പോൾ അത് സാക്ഷികൾ ഉണ്ടാവുക, രേഖപ്പെടുത്തി വെക്കുക, എങ്കിൽ മാത്രമാണ് ആ വസിയ്യത്ത് പൂർണ്ണമായും നടപ്പിലാക്കപ്പെടുകയുള്ളൂ. അയാളുടെ സമ്പത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പുണ്യം കിട്ടുന്ന വഴിയിലേക്ക് നൽകിയിട്ട് മരിച്ചതിന് ശേഷം പുണ്യം ലഭിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ പലപ്പോഴും മറ്റുള്ള ആളുകൾ അത് പലതരം വ്യാഖ്യാനങ്ങൾ നൽകാനും പല സാധ്യതകളൊക്കെ പറയാനും ഇടയുള്ളത് കൊണ്ട് അത്തരം വസിയ്യത്തുകൾ ചെയ്യുമ്പോൾ സാക്ഷികൾ ഉണ്ടാകുന്നത്, രേഖാമൂലമാകുന്നത് അത് ഗുണം ചെയ്യും. എങ്കിൽ ആ വസിയ്യത്ത് കൃത്യമായി നടപ്പിലാക്കപ്പെടാൻ സാധ്യത ഉള്ളത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മരിക്കുന്നതിന് മുമ്പ് ഒരാൾക്ക് അങ്ങനെ വസിയ്യത്ത് ചെയ്യാവുന്നതാണ്. നമ്മുടെ കുടുംബത്തിലോ ബന്ധത്തിലോ പെട്ട ആളുകളുണ്ടാകും. ഒരുപക്ഷെ ഇയാളുടെ സഹായം കൊണ്ടായിരിക്കും ആ കുടുംബവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഉപജീവനത്തിന് പോലും വിഷമിക്കുന്ന ആളുകൾ ബന്ധുക്കളിലുണ്ടാകും. അവർ അനന്തരാവകാശികളായിരിക്കുകയുമില്ല. സ്വത്ത് വാരി വെക്കുമ്പോൾ അത് ലഭിക്കുന്നത് ഭാര്യ, ഭർത്താവ്, മാതാപിതാക്കൾ, സന്താനങ്ങൾ, ഇങ്ങനെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കാണ് സ്വത്തിന്റെ അവകാശികളായി വരുന്നത്. അതിന്റെ പുറമെ അകലെയുള്ള ബന്ധുക്കൾക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത ബന്ധുക്കൾ ഇല്ലാതിരിക്കണം. അതേ സന്ദർഭത്തിൽ അടുത്ത ബന്ധുക്കൾ ഉണ്ടാവുകയും അവർക്കെല്ലാം സ്വത്തിന്റെ വിഹിതം ലഭിക്കുകയും ചെയ്യും. എങ്കിൽ തന്നെയും ഈ വ്യക്തി, ഈ മരിക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ രോഗശൈലിയിൽ കിടക്കുന്ന വ്യക്തിയുടെ സഹായം കൊണ്ട് ജീവിക്കുന്ന ബന്ധത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. അവർക്കൊക്കെ വേണ്ടി പ്രത്യേകം വസിയ്യത്ത് ചെയ്യുക എന്നുള്ള പ്രാധാന്യമുള്ളതാണ്. അത്തരം ആളുകൾക്ക് സമ്പത്തിന്റെ വിഹിതം ലഭിക്കണം. അവരുടെ സംരക്ഷണം ഇനിയും തുടർന്നുണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി തന്റെ സമ്പത്ത് വസിയ്യത്ത് ചെയ്യുക എന്നത് പ്രാധാന്യമുള്ളതാണ്. കാരണം ഖുർആൻ വസിയ്യത്തിനെ സംബന്ധിച്ച് പഠിപ്പിക്കുന്ന ആയത്തിൽ രണ്ട് കാര്യമാണ് പറഞ്ഞത്. ലിൽ വാലിദൈനി വൽ അഖ്റബീൻ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള വസിയ്യത്ത്, അത് സ്വത്തവകാശം വന്നതോടുകൂടെ ആ വസിയ്യത്ത് ഇല്ലാതായി. ലാ വസിയ്യത ലി വാരിസിൻ, അനന്തരാവകാശം ലഭിക്കുന്ന ആളുകൾക്ക് വേണ്ടി പിന്നെ വസിയ്യത്തില്ല. അതേസമയത്ത് ബന്ധുക്കളിൽ സ്വത്തവകാശം ലഭിക്കാത്തവരുണ്ട്. അവർക്ക് സ്വത്ത് കിട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് വേണ്ടി പ്രത്യേകം വസിയ്യത്ത് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പരിഗണനീയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗിയായ ഒരു വ്യക്തി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന്, അയാളുടെ മരണാനന്തര ജീവിതത്തിലേക്ക് പുണ്യം ലഭിക്കുന്ന വസിയ്യത്തിന്റെ കാര്യമാണ്. അത് സമ്പത്തിന്റെ 1/3 വരെ വസിയ്യത്ത് ചെയ്യാൻ മതം അനുവദിക്കുന്നുണ്ട്. അതിലധികം വസിയ്യത്ത് ചെയ്യാൻ മതത്തിൽ അനുവാദമില്ല. ഇതോടൊപ്പം തന്നെ വസിയ്യത്തിൽ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മരണാനന്തര ചടങ്ങുകൾ പല നാട്ടിലും പല രീതിയിലാണ്. പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായ ചടങ്ങുകളാണ് മരണാനന്തരം ഉണ്ടാവുക. അതിൽ ഇസ്ലാമിന് അനുകൂലമായ ചടങ്ങുകളുണ്ട്, മതം അനുവദിക്കാത്ത ബിദ്അത്തുകളുള്ള ചടങ്ങുകളുണ്ട്. ഇത്തരം കാര്യങ്ങൾ നടക്കപ്പെടുന്ന ഒരു സമൂഹമാണെങ്കിൽ ആ സമൂഹത്തിൽ ഈ ആൾ വസിയ്യത്ത് ചെയ്യുമ്പോൾ
എന്റെ മരണാനന്തരം എനിക്ക് വേണ്ടി ചെയ്യുന്ന ക്രിയകളിൽ ബിദ്അത്തുകൾ ചെയ്യരുത് എന്നുള്ള പ്രത്യേകമായ വസിയത്ത് അയാൾ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമുഖരായ സഹാബികൾ അത്തരത്തിലുള്ള ചില വസിയത്തുകൾ ചെയ്തത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം. അബൂ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രവാചകന്റെ പ്രമുഖ സഹാബികളിൽ ഒരാളാണ്. അദ്ദേഹം മരണം ആസന്നമായ ഘട്ടത്തിൽ അദ്ദേഹം നൽകിയ വസിയത്ത് വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം ഒന്ന് പറഞ്ഞത്, ഇദന്തലത്തും ബി ജനാസതി ഫഅസ്രിഉ, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകണം. ജനാസ കൊണ്ടുപോകേണ്ട കേട്ടോ, വേഗത്തിൽ കൊണ്ടുപോകണം. പള്ളിയിൽ നിന്ന് മഖബറയിലേക്ക് ജനാസ കൊണ്ടുപോകുമ്പോൾ മന്ദം ഇങ്ങനെ അടിവെച്ച് നടന്നു പോകുന്ന രീതിയല്ല ജനാസ കൊണ്ടുപോകാൻ ഇസ്ലാം നിർദ്ദേശിക്കുന്നു. മറിച്ച് വേഗത്തിൽ കൊണ്ടുപോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, അയാൾ ഖൈറായ ജനാസയാണെങ്കിൽ അയാൾക്കുള്ള ഖൈറിലേക്ക് നിങ്ങൾ ആ മയ്യത്തിനെ വേഗത്തിൽ എത്തിച്ചു. അല്ല ഷർറാണ് ആ ജനാസയെങ്കിൽ നിങ്ങളുടെ ചുമലിൽ നിന്ന് നിങ്ങൾക്ക് വേഗത്തിൽ അത് ഇറക്കി വെക്കാറുണ്ട്. അപ്പൊ ജനാസയുടെ ഖൈറും ഷർറും ഏതായിരുന്നാലും ശരി, ജനാസ കൊണ്ടുപോകാൻ വേഗത്തിൽ നിർവഹിക്കണമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്റെ ജനാസ കൊണ്ടുപോകുന്ന ആളുകൾക്ക് നൽകിയ വസിയത്തിൽ ഒന്ന്, എന്റെ ജനാസ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ഫഅസ്രിഉ ബിൽ മശിയ, നടത്തം വേഗത്തിലാക്കണം. വളരെ പതുക്കെ അടിവെച്ച് നീങ്ങുന്ന നടത്തമല്ല, മറിച്ച് വേഗത്തിൽ ആ മയ്യത്ത് കൊണ്ടുപോകാം. വലാ തത്തബിഊനി ബിമജ്മർ, എന്റെ കൂടെ ഉരുവാൻ കൂടുണ്ട്, പുകയിക്കുന്ന പാത്രങ്ങൾ പഴയ കാലത്തുള്ള ഒരു സമ്പ്രദായമാണ്. മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ മയ്യത്തിന്റെ മുന്നിൽ ഒരാൾ പാത്രം പിടിച്ചു നിൽക്കും. എന്നിട്ട് അതില് കുന്തിരിക്കമോ അതുപോലുള്ള വസ്തുക്കൾ ഇടുകയും ചിരട്ടക്കരി ഇട്ടിട്ട് ഇങ്ങനെ കത്തിക്കും. ഇവിടെ പള്ളിയിലൊക്കെ മുഹൂർ കത്തിക്കുന്നു. അതേപോലെ കത്തിച്ചിട്ട് പുകയുണ്ടാക്കുക. അത് എന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ അത് കൊണ്ടുവരാൻ പാടില്ല. ഇതൊക്കെ അദ്ദേഹം നൽകിയിട്ടുള്ള വസിയത്തിൽ കാണാം. വലാ തജഅലന്ന അലാ ലഹദി ഷൈഅൻ യഹൂലു ബൈനി വബൈന തുറാബ്, എന്റെ ലഹദ്, ഖബർ ലഹദ് രണ്ട് രൂപമുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്നൊക്കെ ലഹദാണ്. നമ്മുടെ നാട്ടിൽ നേരെ കുഴിച്ചുകൊണ്ടുള്ള ഖബറാണുള്ളത്. ഇവിടെ ഖബറിന്റെ ഉള്ളിലേക്ക് തുരന്നെടുത്തിട്ട് മയ്യത്ത് വെച്ചിട്ട് ഇപ്പുറത്ത് മണ്ണിടുകയാണ് ചെയ്യുന്നത്. അതിൽ എന്റെയും മണ്ണിന്റെയും ഇടയിൽ മറക്കാൻ വേണ്ടി എന്തെങ്കിലും നിങ്ങൾ വെക്കേണ്ടതില്ല. വലാ തജഅലന്ന അലാ ഖബരി ബിനാൻ, എന്റെ ഖബറിന്റെ മുകളിൽ ഒന്നും കെട്ടിയുണ്ടാക്കരുത്, കെട്ടിടങ്ങളോ വേറെ എന്തെങ്കിലും ഉണ്ടാക്കരുത്. വഉശ്ഹിദുകും അന്നീ ബരീഉൻ മിൻ കുല്ലി ഹാലിഖത്തിൻ ഔ സാലിഖ ഔ ഖാലിഖ, എന്നിട്ട് അദ്ദേഹം പറയുന്നു, നിങ്ങളെ ഞാൻ സാക്ഷിയാക്കി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ആരെങ്കിലും ഞാൻ മരിച്ചതിന്റെ പേരിൽ വാവിട്ട് നിലവിളിച്ചുകൊണ്ട് മുടി പിച്ചിച്ചീണ്ടുകയോ വസ്ത്രം കീറിപ്പറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന വെപ്രാളങ്ങൾ കാണിക്കുന്നവരുണ്ട്. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുവെങ്കിൽ ഞാനും നിങ്ങളും തമ്മിൽ ബന്ധമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. ഇതൊക്കെ അയാൾ മരിക്കുന്നതിന് മുമ്പുള്ള വസിയത്ത്. മരണം ആസന്നമായ ഘട്ടത്തിൽ അദ്ദേഹം തന്റെ കുടുംബത്തിലെ ആളുകളെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, സമയത്ത് ഫീ ഷൈഅൻ, അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് വല്ലതും കേട്ടിട്ടാണോ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളോട് നിങ്ങൾ വിലക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, നഅം മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനിൽ നിന്ന് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പ്രത്യേകം ഉപദേശിക്കുന്നത് എന്ന്. അപ്പൊ മരണാനന്തര ചടങ്ങുകളിൽ ഇസ്ലാമിന് വിരുദ്ധമായ കാര്യങ്ങൾ നടക്കും എന്ന് തോന്നുന്നുവെങ്കിൽ, അത്തരം സമ്പ്രദായം തന്റെ കുടുംബത്തിലോ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമ്പ്രദായങ്ങൾ എന്റെ മയ്യത്തിൽ നിങ്ങൾ ചെയ്യരുത് എന്ന് മരിക്കുന്നതിന്റെ മുമ്പ് ആ വ്യക്തി വസിയത്ത് ചെയ്യുക. ഇത് സലഫ് സാലിഹുകളുടെ മാതൃകയാണ്. ഇതുകൊണ്ട് തന്നെ ഷാഫി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ കാര്യം പ്രത്യേകമായി എടുത്ത് പരാമർശിക്കുന്നു. അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥം, അതിൽ അദ്ദേഹം പറയുന്നു, യുസ്തഹബ്ബു ലഹു ഇസ്തിഹ്ബാബൻ മുഅക്കദൻ, വളരെ ശക്തമായ ഒരു സുന്നത്താണ് അയ്യൂസിയഹും ബിജിതിനാബി മാ ജറത്തിൽ ആദതു ബിഹി മിനൽ ബിദഅ ഫിൽ ജനായിസ്, ജനാസയോടൊപ്പം നടക്കുന്ന ബിദ്അത്തുകൾ സമ്പ്രദായമായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്, ആളുകൾക്കിടയിൽ അങ്ങനെ ഏർപ്പാടുകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ എന്റെ ജനാസയിൽ വർദ്ധിക്കണമെന്ന് ആളുകളോട് വസിയത്ത് ചെയ്യുക. വയുഅക്കിദുൽ അഹ്ദ ബിദാലിക, അതുകൊണ്ട് കരാറ് ചെയ്യിപ്പിക്കുക. എന്റെ ജനാസയിൽ അങ്ങനെ ചെയ്യരുത് എന്ന് മാത്രമല്ല, ചെയ്യില്ല എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക. അത്രയും ഗൗരവപൂർവ്വം ഈ വസിയത്ത് നിർവഹിക്കണമെന്നാണ്
മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകുന്ന ഉപദേശം നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പൊ സൂചിപ്പിക്കുന്നത് മരണം ആസന്നമാകുന്ന സമയത്ത് ഒരാൾ ചിന്തിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ഒന്ന്, ആ മനുഷ്യന്റെ മനസ്സിൽ ബാധ്യതകളെ പറ്റിയുള്ള ഒരു ബോധം ഉണ്ടാവണം. സാമ്പത്തികമായ ബാധ്യതയോ മറ്റ് വ്യക്തികളോടുള്ള ബാധ്യതകളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം അദ്ദേഹം പരിഹാരം കാണണം. തന്റെ ഭാവി ജീവിതത്തിലേക്ക് കൂടി പുണ്യം കിട്ടുവാൻ വേണ്ടി വല്ലതും ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആ കാര്യത്തിൽ അദ്ദേഹം വസിയ്യത്ത് ചെയ്യണം. കടത്തിന്റെ കാര്യം ഗൗരവപൂർവ്വം പരിഗണിക്കണം. അതേപോലെ തന്നെ എന്തെങ്കിലും വിദഅത്തുകൾ തന്റെ പേരിൽ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തിയാണെങ്കിൽ അത്തരം വിദഅത്തുകളുടെ മരണാനന്തര ചടങ്ങുകൾ നിർവഹിക്കരുത് എന്ന് അദ്ദേഹം വസിയ്യത്ത് ചെയ്യണം. ഈ രൂപത്തിലായിരിക്കണം ഒരു വ്യക്തിയുടെ രോഗാതുരമായ ഘട്ടത്തിലുള്ള മതപരമായ ബോധം. രോഗശൈലിയിൽ കിടക്കുന്ന സമയത്ത് കൂടുതൽ അള്ളാഹുവിനോട് അടുക്കേണ്ട സമയമാണ്. ഞാൻ പ്രത്യേകം പരാമർശിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ വിപരീത സമീപനമാണ്. രോഗശൈലിയിൽ കിടക്കുന്ന വ്യക്തി ഇപ്പൊ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലോ അതുപോലുള്ള ആശുപത്രിയിൽ ബെഡുകളിൽ കിടക്കുന്ന വ്യക്തി നിസ്കാരം ഒഴിവാക്കണം. അവിടെ കൂടിയിരിക്കുന്ന ബന്ധുക്കളായ ആളുകളും ഇപ്പൊ നിസ്കരിക്കൊന്നും വേണ്ട, അതൊക്കെ ഇനി വീട്ടിൽ പോയിട്ട് മതി എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തോട് സമയമാകുമ്പോൾ സമയമായിട്ടുണ്ട് നിസ്കരിക്കണ്ടേ എന്ന് ഓർമ്മിപ്പിക്കേണ്ട ആളുകളാണ് അവർ. രോഗം വരുന്ന ഘട്ടത്തിലാണ് മനുഷ്യൻ പടച്ചവനോട് ഒന്നുകൂടി അടുക്കേണ്ടത്. അള്ളാഹുവിന്റെ സഹായം നമുക്ക് കൂടുതൽ ആവശ്യമുള്ള സന്ദർഭം അതാണ്. ആ സന്ദർഭത്തിൽ നമ്മൾ പടച്ചവനോട് അകലുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. ഇസ്ലാം ആണെങ്കിലോ ഇത്തരം ഘട്ടങ്ങളിൽ നിസ്കരിക്കാൻ നമുക്ക് ആവശ്യമായത്രയും ഇളവുകൾ നൽകിയിട്ടുണ്ട്. രോഗശൈലിയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എഴുന്നേൽക്കാൻ സാധിക്കില്ലെങ്കിൽ ഇരുന്നും, അതിനും സാധ്യമല്ലെങ്കിൽ കിടന്ന അതേ ബെഡിൽ കിടന്ന് നിസ്കരിക്കാം. പൊതുണ്ടാക്കാൻ കഴിയില്ല, മറ്റൊരാൾ പൊതുണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യാം. അതിനും സാധ്യമെങ്കിൽ തയമ്മം ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ മതി. ഉദ്ദേശിച്ച പോലെ വൃത്തിയില്ല എന്നതാണ് പലപ്പോഴും ആളുകൾ പറയാറുള്ളത്. സാധിക്കുന്നത്ര വൃത്തി ഉണ്ടായവൻ, സാധിക്കുന്ന രീതിയിൽ വൃത്തി ഉണ്ടായവൻ. മനുഷ്യന് സാധിക്കുന്നതേ അള്ളാഹുവിന്റെ കൽപ്പനയുള്ളൂ. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കല്ല. ആ സമയത്ത് കൃത്യമായ സമയാസമയങ്ങളിൽ നിസ്കരിക്കാൻ രോഗി ശ്രദ്ധിക്കണം. രോഗി ഒരുപക്ഷെ ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാണ് എങ്കിൽ ഒപ്പം നിൽക്കുന്ന ആളുകളോ സമീപത്തുള്ള ആളുകളോ രോഗിയുടെ ആ കാര്യം സൂചിപ്പിക്കണം. ഓർമ്മിപ്പിച്ചാൽ അത്തരം സന്ദർഭങ്ങളിൽ ആളുകൾ നിസ്കരിക്കുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ രോഗിയെ നമസ്കാരവും അതുപോലുള്ള സൽക്കർമ്മങ്ങളെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കണമെന്നത് ദിക്റുകളും പ്രാർത്ഥനകളും അറിയുന്ന സൂറത്തുകളൊക്കെ ഓതുകയും ഓതി കേൾപ്പിക്കുകയും അത് സ്വയം ഓതുവാൻ വേണ്ടി രോഗിയോട് സൂചിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ അയാളുടെ മനസ്സ് ഒന്നുകൂടി അള്ളാഹുവിലേക്ക് അടുപ്പിക്കുകയും അവസാന ഘട്ടം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മരിക്കുവാനുള്ള അവസരം നമ്മൾ ഒരുക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയുടെ മരണഘട്ടത്തിലേക്ക് എത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. ആ സമയത്ത് അടുത്തുള്ള ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കണമെന്നാണ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. അതുകൊണ്ട് ലഖിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മരണം ആസന്നനായ വ്യക്തിക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. അവസാനം ഘട്ടം അള്ളാഹുവിനെ ഓർത്ത് തൗഹീദ് ആലോചിച്ച് ആ വിശ്വാസം ഒന്നുകൂടി മനസ്സിൽ പുതുക്കിക്കൊണ്ട് ദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് മരിക്കുവാനുള്ള അവസരം നമ്മൾ കൂടി ഒരുക്കി കൊടുക്കുക. അതാണ് രോഗിയുടെ അടുത്ത് നിൽക്കുന്ന ആൾ ചെയ്യേണ്ടത്. മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ഘടനകൾക്ക് മാറ്റം വരും. കൈകാലുകൾക്ക് തണുപ്പുണ്ടാവും. അതിങ്ങനെ കാലും കൈയൊക്കെ ആദ്യം കോഷ്ടികൾ ഉണ്ടാവും, മരണപരാക്രമങ്ങൾ ഉണ്ടാവും. ആ മരണപരാക്രമം കഴിഞ്ഞാൽ പിന്നീട് കിറുകിർ എന്ന് പറയുന്ന തൊണ്ടയിലേക്ക് റൂഹ് വലിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക ശബ്ദം വരും. അവയവങ്ങളുടെ അവസ്ഥകൾക്കൊക്കെ മാറ്റം വരും. ഒരു മരിക്കുന്ന സന്ദർഭം നോക്കി നിന്നാൽ ഒരുപക്ഷെ പരിചയമുള്ള ആളുകൾക്ക് മനസ്സിലാകും ഇത് മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന്. അത്തരം സന്ദർഭത്തിൽ അടുത്തുള്ള ആളുകൾ വേണ്ടത് ആ രോഗിക്ക് തന്റെ വിശ്വാസത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. റസൂൽ മറ്റൊരിക്കൽ പറഞ്ഞു, മമ്മാത വഹുവ യഅലം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മനസ്സിലാക്കി വിശ്വസിച്ചുകൊണ്ട്
അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയുള്ളൂ, ലോകത്ത് അള്ളാഹു അല്ലാത്ത മറ്റൊരു ദൈവവുമില്ല, മറ്റാരും പ്രാർത്ഥിക്കുകയില്ല എന്ന മഹത്തായ ആദർശം, ഈ ആദർശം മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരാൾ മരണത്തിലേക്ക് എത്തുന്നതെങ്കിൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയായി മാറുമെന്നാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ പിതാവോ മാതാവോ നമ്മുടെ അടുത്ത സുഹൃത്തോ ബന്ധുവോ മരണഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ മനുഷ്യന്റെ അവസാന നിമിഷം നമുക്ക് അയാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു സേവനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് അയാൾ ഓർമ്മിക്കുക, അയാളെ സ്വർഗത്തിന്റെ അവകാശിയായി അവസാന സമയം നല്ല രൂപത്തിൽ റബ്ബിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കുക എന്നത്. അതുകൊണ്ട് ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ സന്നിഹിതരാകുന്ന ആളുകൾ അവിടെ വെച്ച് നാട്ടുവർത്തമാനങ്ങളും രാഷ്ട്രീയങ്ങളും അതുപോലുള്ള വിഷയങ്ങളും സംസാരിക്കല്ല വേണ്ടത്. അവിടെ വെച്ച് നല്ലതേ നിങ്ങൾ പറയാവൂ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുന്നുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ഹളർതുമുൽ മരീദ അവിൽ മയ്യിത, നിങ്ങൾ രോഗിയെ സമീപിച്ചാൽ അതല്ലെങ്കിൽ മരിച്ചൊരു മയ്യത്തിന്റെ അടുക്കലേക്ക് നിങ്ങൾ ചെന്നാൽ ഫഖൂലു ഖൈറ, നല്ലത് നിങ്ങൾ പറയുക. ഫഇന്നൽ മലായികത തുഅമ്മിനൂന അലാ മാ തഖൂലൂൻ, അല്ലാഹുവിന്റെ മലക്കുകൾ യുഅമ്മിനൂൻ, അവർ ആമീൻ പറയുന്നുണ്ട്, നിങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾക്ക് അവർ ആമീൻ പറയുന്നുണ്ട്. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളുടെ മലക്കുകളുടെ പ്രാർത്ഥന കൂടി കിട്ടുന്ന സന്ദർഭമായതുകൊണ്ട് നിങ്ങൾ നല്ലതേ പറയാവൂ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നമ്മൾ ഉപദേശിക്കുന്നുണ്ട്. അപ്പൊ രോഗിയുടെ അവസ്ഥ മാറിയിട്ടുണ്ട്, മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായാൽ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് രോഗിക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഉണ്ടാക്കുകയാണ്. അള്ളാഹുവിനെ സംബന്ധിച്ച് തൗഹീദിനെ പറ്റിയുള്ള ബോധം രോഗിയുടെ മനസ്സിലുണ്ടാക്കുകയാണ്, നല്ല കാര്യങ്ങളെ പറ്റിയുള്ള ചിന്തയുണ്ടാക്കുകയാണ്. അതുകൊണ്ട് ആ സമയത്ത് രോഗിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുവാൻ വേണ്ടി സൂചിപ്പിക്കുക, അത് രോഗിയെ കൊണ്ട് പറയിപ്പിക്കുക. ഇതാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതേ സമയത്ത് ചിലപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ചില ആളുകൾ കാണാം ഈ മയ്യത്തെടുത്ത് താഴേക്ക് എടുത്തു കിടത്തുന്ന കാണാം. അത് കൂടുതലും അമുസ്ലിങ്ങൾക്കിടയിലാണ് കണ്ടുവരുന്നത്. കട്ടിലിൽ കിടക്കുന്ന രോഗിയാണെങ്കിലും ആ മരിക്കാൻ നേരത്തിൽ ആ രോഗി മരണത്തിലേക്ക് എത്തിയെന്ന് കണ്ടാൽ വേഗം എടുത്ത് തറയിലേക്ക് കിടത്തുന്ന സമ്പ്രദായമുണ്ട്. നമ്മുടെ ആളുകൾക്കിടയിൽ അത്തരം സന്ദർഭങ്ങളിൽ മയ്യത്തിന് കിബിലക്ക് അഭിമുഖമായി വരണം, മയ്യത്തിന്റെ മുഖം കിബിലക്ക് അഭിമുഖമായി വരണം എന്ന് കണക്ക് കൂട്ടിയിട്ട് കട്ടിലുകൾ തിരിച്ചിടുന്നവരും കട്ടിലുകൾ മാറ്റിക്കിടത്തുന്നവരുമുണ്ട്. ഇതൊന്നും മതത്തിൽ സ്വീകാര്യമായ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ്. ചില ഗ്രന്ഥങ്ങളിൽ ഫിഖ്ഹ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ആ കാര്യം പരാമർശിക്കുന്നുവെങ്കിലും മതത്തിൽ അങ്ങനെ പ്രത്യേകമായ നിർദ്ദേശങ്ങൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനാൽ തന്നെ അത്തരം സന്ദർഭങ്ങളിൽ മയ്യത്ത് തിരിച്ചു കിടത്തേണ്ടതില്ല. മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു അനുഭവമുണ്ട്. പ്രമുഖ താബീകളിൽ അറിയപ്പെടുന്ന പണ്ഡിതരായിരുന്നു സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് രോഗം ബാധിച്ച സമയത്ത് അബൂ സലമ റളിയല്ലാഹു അൻഹു സന്ദർശിച്ചു. അങ്ങനെ അദ്ദേഹത്തിന് അബോധാവസ്ഥ വന്നു. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന് അബോധാവസ്ഥ വന്നപ്പോൾ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ വിരിപ്പ് കഅബയുടെ ഭാഗത്തേക്ക് തിരിച്ചിടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ അദ്ദേഹം കിടന്നിരുന്ന വിരിപ്പ് അദ്ദേഹത്തെ അടക്കം കഅബയുടെ ഭാഗത്തേക്ക് തിരിച്ചു കിടത്തി. കുറച്ചു കഴിഞ്ഞ് അദ്ദേഹം ബോധം തെളിഞ്ഞു. ബോധം തെളിഞ്ഞപ്പോൾ സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹബ്ബൽതും ഫിറാശി, എന്റെ വിരിപ്പുകൾ മാറ്റി തിരിച്ചു കിടത്തിയോ എന്ന് ചോദിച്ചു. അതെ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം തന്റെ സമീപത്ത് നിൽക്കുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. നിന്റെ അറിവോടുകൂടി ആയിരിക്കുമല്ലേ ഇവരൊക്കെ ഇത് ചെയ്തിട്ടുള്ളത് എന്ന് ചോദിച്ചു. അതെ എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാനാണ് പറഞ്ഞത് തിരിച്ചു കിടത്താൻ വേണ്ടി. സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, നേരത്തെ എന്നെ കിടത്തിയ പോലെ തന്നെ നിങ്ങൾ കിടത്തുക, തിരിച്ചു കിടത്താൻ വീണ്ടും അദ്ദേഹം നിർദ്ദേശിക്കുകയാണ് ചെയ്തത്. അപ്പൊ പ്രമുഖ താബീ പണ്ഡിതനും ശ്രദ്ധേയനുമായ ചരിത്രത്തിലെയും ഇസ്ലാമിന്റെ പ്രമാണങ്ങളിൽ പോലും ശ്രദ്ധിക്കപ്പെടുന്ന വ്യക്തിയാണ് സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ കഅബയുടെ ദിശയിലേക്ക് തിരിച്ചു കിടത്തിയപ്പോൾ അദ്ദേഹം അത് ഇഷ്ടപ്പെടുകയില്ല, വീണ്ടും പഴയ രീതിയിലേക്ക് തിരിച്ചു കിടത്താൻ ആവശ്യപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരമൊരു സമ്പ്രദായത്തിന് മതത്തിൽ കൃത്യമായ രേഖകളോ നിർദ്ദേശങ്ങളോ ഇല്ല. മരണാവസരം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന സന്ദർഭമായിരിക്കും അത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണം ആസന്നമായ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഒരുമിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തുണ്ടായിരുന്ന പാത്രത്തിൽ കൈയിടുകയും അതിൽ നിന്ന് വെള്ളമെടുത്ത് ഇടക്ക് മുഖത്ത് തുടച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. റസൂലിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ റസൂൽ പറഞ്ഞു, ആയിഷ, ഇന്നലിൽ മൗതി സക്കറാത്ത്,
മരണത്തിന് അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട്, വേദനകളുണ്ട് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അത്ര അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകാരമുള്ള മറ്റൊരു വ്യക്തിയില്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് അള്ളാഹുവിന്റെ റസൂൽ. ആ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന സന്ദർഭത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പ്രയാസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ആ റസൂൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മരണം എന്ന് പറയുന്നത് വളരെ പ്രയാസം നിറഞ്ഞ, ഏറെ കൈപ്പേറിയ വേദന അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് മരണം. ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് രോഗിക്കും രോഗിയുടെ സമീപത്ത് നിൽക്കുന്ന ആളുകളുടെയും എല്ലാം മനസ്സിലുണ്ടാകുന്നത്. പടച്ചവനുള്ള പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള താല്പര്യവുമാണ് രോഗിയുടെ മനസ്സിലേക്ക് ഉണ്ടാക്കുന്നത്. അതിനാൽ തന്നെ അത്തരം സന്ദർഭങ്ങൾ ആ സന്ദർഭത്തിന്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കിയിട്ടായിരിക്കണം ആ സമയം നമ്മൾ സമീപിക്കേണ്ടത്, പെരുമാറേണ്ടത്. ഇതൊക്കെ ശ്രദ്ധിക്കാതെ ചെയ്തു പോകുന്ന ഒരുപാട് സമ്പ്രദായങ്ങൾ നമുക്ക് ഇത്തരം ഘട്ടങ്ങളിൽ കാണാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാൾ മരിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആ രോഗി അള്ളാഹുവിനെ ഓർക്കണം, പടച്ചവന്റെ റഹ്മത്തിനെ പറ്റി ആലോചിക്കണം, അള്ളാഹുവിന്റെ ഏകത്വത്തെ തൗഹീദിനെ പറ്റി ഓർക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ ശ്രമിക്കണം. അടുത്തുള്ള ആളുകൾ രോഗിയെ അതിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയും അതിനുവേണ്ടി രോഗിയോട് ആവശ്യപ്പെടുകയും ചെയ്യണം. അതോടൊപ്പം രോഗിക്ക് ഖൈറുണ്ടാകുവാൻ, നന്മയുണ്ടാകുവാൻ, പരലോക ജീവിതത്തിൽ അയാൾക്ക് സ്വർഗം ലഭിക്കുവാൻ അള്ളാഹുവിനോട് കൂടി നിൽക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കണം. മരണത്തിന്റെ വേദനകൾ ലഘൂകരിക്കുവാനും ഖൈറായ രീതിയിൽ മരിക്കുവാനും വേണ്ടിയുള്ള പ്രാർത്ഥന ആ കൂടി നിൽക്കുന്ന ആളുകൾ ചെയ്യണം. അവിടെ പരിഭ്രമിക്കുകയോ ബേജാറാവുകയോ വാവിട്ട് കരയുകയോ നിലവിളിക്കുകയോ ചെയ്യുകയല്ല ആ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ സന്ദർഭത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് രോഗിയുടെ നല്ല അവസ്ഥയിൽ മരിക്കുവാൻ, പടച്ചവന്റെ അടുക്കലേക്ക് അയാളുടെ റൂഹിന്റെ ഖൈറായ രീതിയിൽ പോകാൻ, അള്ളാഹുവിന്റെ നല്ലവരായ മലക്കുകൾ റൂഹ് പിടിക്കുന്ന മനുഷ്യനായി മാറാൻ ഈ ആൾക്ക് സാധിക്കുക എന്നതാണ്. രണ്ട് രീതിയിലാണ് അന്ത്യസന്ദർശകൻ നമ്മുടെ കയ്യിലേക്ക് വരുന്നത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ആശയമാണ്. മലക്കുകൾ നമ്മളെ സമീപിക്കുകയാണ്. അതിലൊരു ഭാഗം മലക്കുകൾ വളരെ സന്തോഷത്തോടെ നല്ല രൂപത്തിൽ ആകർഷകമായ രീതിയിൽ സന്തോഷവും ആശംസയും അറിയിച്ചുകൊണ്ടാണ് രോഗിയെ സമീപിക്കുകയും രോഗിയുടെ ആത്മാവ് പിടിക്കുകയും ചെയ്യുന്നത്. അത് വളരെ മൃദുലമായ രൂപത്തിൽ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് വേർപ്പെടുത്തി മലക്കുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവുകയാണ്. മറുഭാഗത്ത് മലക്കുകൾ വരുന്നത് ഭീകരന്മാരും വെറുപ്പുളവാക്കുകയും ചെയ്യുന്ന രൂപത്തിലാണ്. അവർ വളരെ പരുഷമായ രീതിയിൽ ഈ ആളെ സമീപിക്കുകയും അവരെ പ്രഹരിക്കുകയും അവരുടെ മുതുകുകളും ശരീരത്തിന്റെ ഭാഗങ്ങളും പ്രഹരിക്കുകയും ചെയ്തുകൊണ്ടാണ് കുറ്റവാളികളും തമ്മാടികളും കാഫറുകളുമായ മനുഷ്യന്മാരുടെ റൂഹിനെ പിടിക്കുന്നത്. ഈ രണ്ട് അവസ്ഥയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവസാനമായി നമ്മൾ സന്ദർശിക്കുന്ന, നമുക്കാർക്കും തടുത്തു നിർത്താൻ കഴിയാത്ത അള്ളാഹുവിന്റെ മലക്കുൽ മൗത്തുകൾ നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ ആ സന്ദർഭം ഖൈറായ രീതിയിൽ മരിക്കാൻ നമുക്ക് സാധിക്കണം. നമുക്ക് സ്വർഗത്തെ സംബന്ധിച്ചും പരലോകത്തിൽ വിജയത്തെ സംബന്ധിച്ചുമുള്ള സന്തോഷ വാർത്ത അറിയിക്കുന്ന രൂപം നമുക്കുണ്ടാകണം. ഇതിന് അനുകൂലമായ സാഹചര്യമായിരിക്കണം, അതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം മയ്യത്തിന്റെ ചുറ്റുഭാഗത്തും ഉണ്ടാകുന്ന ആളുകളും സ്വീകരിക്കേണ്ടത്. അത്തരത്തിൽ മരണത്തിന്റെ അവസാന ഘട്ടം ഏറ്റവും സന്തോഷകരമായ പരലോകത്ത് ഖൈറായി തീരുന്ന രീതിയിൽ മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള എല്ലാവിധ തൗഫീഖും നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരിച്ചു കഴിഞ്ഞാൽ സാധാരണ മയ്യത്തിന്റെ കണ്ണ് മിഴിച്ചാണ് നിൽക്കുക. മരിച്ചതിന് ശേഷം മയ്യത്തിന്റെ കണ്ണ് മിഴിച്ചു നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ച സമയത്ത് പ്രവാചകൻ അവിടെ സന്ദർശിക്കുന്നുണ്ട്. സന്ദർശിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ കണ്ണടച്ചു. എന്നിട്ട് റസൂൽ ആളുകളോട് പറഞ്ഞു, ജനങ്ങളെ മനസ്സിലാക്കിയ സന്ദർഭമായിരുന്നു അത്. ലാ തദൂ അലാ അൻഫുസികും ഇല്ലാ ബിഖൈർ. നിങ്ങൾ നല്ലതല്ലാതെ ഈ മരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്, പറയരുത്. കണ്ണടച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് നൽകുന്ന സന്ദർഭമാണ്. കണ്ണടച്ചു മരിച്ചു എന്നുള്ള പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ ആളുകളെല്ലാം നിലവിളിക്കുകയും കരയുകയും ചെയ്യും.
റസൂൽ പറഞ്ഞു, നിങ്ങൾ മോശമായിട്ടൊന്നും പറയരുത്. ഇപ്പോൾ നിങ്ങൾ എന്ത് പ്രാർത്ഥിക്കുന്നു അതിനെല്ലാം അല്ലാഹുവിന്റെ മലക്കുകൾ ആമീൻ പറയുന്നു. ഇന്ന റൂഹ ഇദാ ഖുബിദ തബിഅഹുൽ ബസർ. ആത്മാവ് പിടിക്കപ്പെടുമ്പോൾ കണ്ണ് അതിനെ അനുധാവനം ചെയ്യും. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടു പോകുന്ന അവസാന നിമിഷം കണ്ണതിനെ നോക്കിക്കൊണ്ടേയിരിക്കുന്ന ആ അവസാനത്തെ കാഴ്ചയാണ്. ആ സമയത്താണ് കണ്ണ് മിഴിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് സമീപത്തുള്ള ആളുകൾ കണ്ണടക്കണം. ആ മരിച്ച മയ്യത്തിന് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കണം. അബൂ സലമയുടെ മയ്യത്തിന്റെ കണ്ണടച്ച് നിങ്ങൾ ആരും നിലവിളിച്ചുകൊണ്ട് വേണ്ടാത്തതൊന്നും പറഞ്ഞു പോകരുത്, നല്ല കാര്യങ്ങളായിരിക്കണം പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് റസൂൽ അന്ന് പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ, അല്ലാഹുവേ അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ, വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ, അദ്ദേഹത്തിന്റെ സ്ഥാനപദവി അല്ലാഹുവിന്റെ അടുക്കൽ ഉന്നതമാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ആ മരിച്ച മയ്യത്തിന് വേണ്ടി അവിടെ സന്ദർശിക്കുന്ന ആളുകൾ, സമീപത്തുള്ള ആളുകൾ പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതും പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന സംഗതികളാണ്. നമ്മുടെ നാട്ടിലേക്ക് ഈ മയ്യത്ത് കാണാൻ പോകുന്ന സമ്പ്രദായം എല്ലാവരും കണ്ടിട്ട് ആ തുണിയൊന്ന് നീക്കി മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് പോകും. മുഖദർശനം മാത്രമല്ല ചെയ്യേണ്ടത്, മറിച്ച് ആ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന്റെ പാപമോചനത്തിന് വേണ്ടി, പരലോകത്ത് സന്മാർഗികളുടെ കൂട്ടത്തിൽ ഉന്നതമായ സ്ഥാനം ലഭിക്കുവാൻ വേണ്ടി, അദ്ദേഹത്തിന്റെ നഷ്ടം കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ അള്ളാഹുവിനോട് നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനാണ് റസൂൽ പഠിപ്പിച്ചത്. പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, ലോകരക്ഷിതാവായ നാഥ, ഞങ്ങൾക്കും ഈ മരിച്ച മയ്യത്തിന് നീ പുറത്തു തരണമേ എന്ന്. ശേഷം റസൂൽ പറഞ്ഞു, ഇദ്ദേഹത്തിന്റെ ഖബറിൽ പ്രകാശമുണ്ടാക്കണം, വിശാലത നൽകണം. ആ മരണാനന്തര ഖബർ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും പ്രകാശവുമുള്ള ജീവിതം ലഭിക്കുവാൻ വേണ്ടി ആ മയ്യത്ത് സന്ദർശിച്ച സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരിക്കുകയാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആ സമയത്തുള്ള അടുത്തുള്ള ആളുകൾ ചെയ്യേണ്ടത്. ശേഷം ഒരു വസ്ത്രം കൊണ്ട് ആ മയ്യത്തിനെ മൂടുക, മയ്യത്ത് മൂടിയിടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ശേഷം പ്രവാചകനെ ഒരു തുണി കൊണ്ട് മൂടിപ്പൊതിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു. തിരിച്ചദ്ദേഹം ഓടി പ്രവാചകന്റെ മരണവാർത്തയെ കുറിച്ച് അറിയുകയും അദ്ദേഹം തിരിച്ചങ്ങോട്ട് വരികയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണവാർത്ത ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ അവസ്ഥ. നമ്മുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ രാത്രി ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു, പിന്നെ രാവിലെ കേൾക്കുന്ന ആള് മരിച്ചു എന്നാണ്. അപ്പൊ നമ്മുടെ മനസ്സിനെ നമുക്ക് പെട്ടെന്ന് ബോധ്യപ്പെടുത്താൻ കഴിയില്ല. കാരണം ഒരു രോഗമില്ല, ഒരു പ്രശ്നമില്ല, രാത്രി ഞങ്ങൾ ഒന്നിച്ച് ഭക്ഷണം കഴിച്ച് വർത്താനം പറഞ്ഞ് പിരിഞ്ഞതാണ്. ആ വ്യക്തിയെ സംബന്ധിച്ച് രാവിലെ സുബൈക്ക് ഫോൺ ചെയ്തിട്ട് അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും. അത് നമ്മളുമായി അടുത്ത് ഇടപെടുന്ന ആളുകൾ മരണപ്പെട്ടാൽ ബോധ്യപ്പെടുത്താൻ കുറച്ച് പ്രയാസമാണ്. അതുകൊണ്ട് റസൂല് മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ അത് ബോധ്യപ്പെടാത്ത കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. ഒന്നല്ലാഹുവിന്റെ പള്ളിയിൽ കിടന്നിട്ട് ആളുകളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ വാൾ അവന് നേരെ ഞാൻ ഉപയോഗിക്കുന്നു. അർത്ഥബോധാവസ്ഥയിലാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു വിവരം പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക്, മകൾ ആയിഷയുടെ വീട്ടിലേക്ക് വന്നു. ആയിഷ റളിയല്ലാഹു വീട്ടിൽ വെച്ച പ്രവാചകൻ മരിച്ചു. വന്ന് പ്രവാചകന്റെ മുഖത്തുള്ള തുണി നീക്കി ആ മുഖത്ത് സൂക്ഷിച്ചു നോക്കി. പ്രവാചകന്റെ മുഖത്ത് ചുംബനം അർപ്പിച്ചു. എന്നിട്ട് ജനങ്ങൾ കേൾക്കെ പറഞ്ഞു, എന്റെ പിതാവിനെയും മാതാവിനെയും ഞാനിതാ സമർപ്പിക്കുന്നു. താങ്കൾക്ക് അല്ലാഹു നിശ്ചയിച്ച മരണം ഇതാ സംഭവിച്ചിരിക്കുന്നു. 2 മരണം താങ്കൾക്കില്ല. ജനങ്ങൾ കേൾക്കുവാൻ വേണ്ടി പരസ്യമായി അദ്ദേഹം പറഞ്ഞു. പിന്നീട് അദ്ദേഹം പള്ളിയിൽ വന്ന് മിമ്പറിൽ കയറിക്കൊണ്ട് ഹ്രസ്വമായ പ്രസംഗം ചെയ്തു. മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും അല്ലാഹുവിനെ ആരാധിക്കുന്നുവെങ്കിൽ അല്ലാഹു മരിച്ചിട്ടില്ല, അവൻ മരിക്കാതെ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നുവെങ്കിൽ തീർച്ചയായും മുഹമ്മദ് ഇതാ മരിച്ചിരിക്കുന്നു. ഇന്നക മയ്യിതുൻ വ ഇന്നഹും മയ്യിതുൻ. തീർച്ചയായും താങ്കൾ മരിക്കും, താങ്കളുടെ എതിർവശത്ത് നിൽക്കുന്ന ശത്രുക്കളോ അവരും മരിക്കുന്നവർ തന്നെയാണ്. വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണ്. അദ്ദേഹത്തിന്റെ മുമ്പുള്ള പ്രവാചകന്മാരെല്ലാം കഴിഞ്ഞു പോയതുപോലെ അദ്ദേഹവും മരിക്കുന്നവൻ തന്നെയാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് ജനങ്ങൾക്ക് അദ്ദേഹം ഉദ്ബോധനം നൽകി. അപ്പോഴാണ് ആളുകൾക്ക്
ബോധോദയമുണ്ടായത് വ്യക്തമായും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞത് അള്ളാഹുവിന്റെ പ്രവാചകൻ മരിച്ചിരിക്കുന്നു. പ്രവാചകൻ മരിക്കുമെന്ന യാഥാർത്ഥ്യം വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് ആളുകൾ മനസ്സിലാക്കി ആളുകൾ അടുത്ത നടപടികളിലേക്ക്, കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ ആ പ്രസംഗത്തിന്റെ ശേഷം ആളുകൾക്ക് മനസ്സ് വന്നു. ഇങ്ങനെ ആ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ മരിച്ചു എന്ന യാഥാർത്ഥ്യം ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ജനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തു. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയും ചുംബനം അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് മതം അനുവദിക്കുന്ന കാര്യമാണ്. ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു മരിച്ച ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കുകയും ചുംബനം അർപ്പിക്കുകയും ചെയ്തത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാവുന്നതാണ്. പക്ഷേ ആ സമയത്ത് നിലവിളിക്കുന്നത്, വാവിട്ട് കരയുന്നത്, തലയടിക്കുന്നത്, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാം അനുവദിക്കുന്നില്ല. ക്ഷമ അവലംബിക്കുവാനാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മോട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ച വാക്യമുണ്ട്. വിശുദ്ധ ഖുർആൻ പ്രഖ്യാപിച്ച വാക്യമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, ഞങ്ങളെല്ലാം നിന്റേതാണ്, എല്ലാവരും റബ്ബിന്റേതാണ്, എല്ലാവർക്കും മടങ്ങിച്ചെല്ലാൻ അല്ലാഹുവിലേക്ക് തന്നെയാണ് പോകാനുള്ളത്. അപ്പൊ മരണം റബ്ബ് വിധിച്ചതാണെന്നും എല്ലാവരും മരണത്തിന്റെ വിധേയരാണെന്നും അതിൽ നിന്ന് ആർക്കും മോചനമില്ല എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് ഉൾക്കൊള്ളുന്ന ആദർശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൾ സൈനബ റളിയല്ലാഹു അൻഹയുടെ കുട്ടി മരണത്തിന്റെ ഘട്ടത്തിലേക്ക് എത്തിയപ്പോൾ റസൂലിന്റെ അടുക്കലേക്ക് വിവരം പറഞ്ഞയച്ചു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിവരം പറഞ്ഞ ആളോട് ചെന്ന് പറയാൻ റസൂൽ നിർദ്ദേശിച്ചത് ഇന്ന ലില്ലാഹി മാ അഖദ വലഹു മാ അത. അല്ലാഹുവാണ് തരുന്നത്, അല്ലാഹുവാണ് തിരിച്ചെടുക്കുന്നത്, അതുകൊണ്ട് ക്ഷമിക്കണം, അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കാക്ഷിക്കണം എന്ന് മകളോട് ഉപദേശിക്കുവാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന സന്ദേശം. അതാണ് മറ്റൊരിക്കൽ റസൂൽ പ്രത്യേകമായും ആളുകൾ ഉത്ബോധിപ്പിച്ചു, ക്ഷമ അത് വേണ്ടത് ആഘാതത്തിന്റെ ആദ്യഘട്ടത്തിലാണ്. നമുക്ക് എന്തെങ്കിലും വിപത്തുകൾ വന്നാൽ, അത്തരത്തിലുള്ള വാർത്തകൾ കേട്ടാൽ നമ്മുടെ ആദ്യഘട്ടത്തിൽ ക്ഷമിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതാണ് ക്ഷമയെ സംബന്ധിച്ച് റസൂൽ കൊണ്ട് നൽകിയിട്ടുള്ള ഉപദേശം. അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യ സഹജമാണ്, കണ്ണുനീര് വരും, അല്പമൊക്കെ കരഞ്ഞു പോകും, മനുഷ്യ സഹജമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് മരിച്ചപ്പോൾ പ്രവാചകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകുകയില്ല. സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങും കരയാമോ എന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു, ഹാദിഹി റഹ്മത്തുൻ ഖദ് ജഅല അല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി. ഇത് കാരുണ്യത്തിന്റെ കണ്ണുനീരാണ്. മനുഷ്യന്റെ മനസ്സിൽ കാരുണ്യമുണ്ട്, ആ കാരുണ്യത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കണ്ണുനീരാണ്. പക്ഷേ അല്ലാഹുവിന് തൃപ്തിയില്ലാത്ത ഒന്നും നാം ഈ സമയം പറയുന്നതല്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ സഹജമായിട്ടുള്ള ദുഃഖവും വേദനയും കണ്ണുനീരും എല്ലാം ഉണ്ടാവും. പക്ഷെ റബ്ബിന് തൃപ്തിയില്ലാത്ത രീതിയിൽ, അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത രീതിയിൽ എന്തെങ്കിലും വിളിച്ചു പറയുകയോ അട്ടഹാസിച്ച് നിലവിളിക്കുകയോ ചെയ്യുന്ന രീതിയല്ല ആ സമയത്ത് വേണ്ടത്. ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന വാക്കാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുസീബത്ത് വരുമ്പോൾ എല്ലാം അള്ളാഹുവിനുള്ളതാണ്, ഞങ്ങളൊക്കെ അള്ളാഹുവിൻ്റെതാണ്, അള്ളാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ളവരാണ് എന്ന പ്രഖ്യാപനത്തിലൂടെ, ആ ആയത്തിന്റെ ആശയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. അവ ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അനാവശ്യങ്ങളോ വേണ്ടാത്തൊന്നും വിളിച്ചു പറയരുത്. ആളുകൾ ചെയ്തിരുന്ന ഗുണങ്ങളും സേവനങ്ങളും എല്ലാം വിളിച്ചു പറഞ്ഞ് അട്ടഹസിച്ച് തലയിട്ടടിച്ച് വസ്ത്രങ്ങളെല്ലാം പിച്ചിച്ച് അങ്ങനെയൊക്കെ പലതരം വെപ്രാളങ്ങൾ കാണിക്കുന്ന ആളുകളുണ്ട്. ഇതൊന്നും ഇസ്ലാമിക സംസ്കാരമല്ല. അത്തരം സന്ദർഭങ്ങളിൽ സ്വയം ക്ഷമിക്കാനും ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ട് ആ സന്ദർഭത്തിന്റെ ഗൗരവം മനസ്സിലാക്കി മരിച്ച മയ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ സന്ദർഭത്തിലെ കാര്യങ്ങൾ നിർവഹിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇതിനുള്ള ഉപദേശമായിരിക്കണം അവിടെ ഒത്തുചേരുന്ന ആളുകളും ആ സന്ദർഭത്തിൽ നിർവഹിക്കേണ്ടത്. ആ രീതിയിലാണ് ഒരു മയ്യത്തിന്റെ സമീപത്തുള്ള ആളുകൾ ചെയ്യേണ്ടത്. മയ്യത്ത് മരണത്തിലേക്ക് എത്തുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കുക. ആ മയ്യത്തിന്റെ മരണഘട്ടത്തിലേക്ക് എത്തിയെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നല്ല കാര്യങ്ങളെ പറ്റി സൂചിപ്പിക്കുകയും നല്ലത് പ്രാർത്ഥിക്കുകയും ചെയ്യുക. മരിച്ചു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്തിന്റെ കണ്ണടക്കുകയും ഒരു തുണി കൊണ്ട് മൂടുകയും ചെയ്യുക. അപ്പോഴും അവിടെ സംസാരിക്കുന്നത് നല്ലതായിരിക്കണം. അനാവശ്യമായ കോട്ടികളും വെപ്രാളങ്ങളും ബഹളങ്ങളും ഉണ്ടാക്കാതെ ക്ഷമ അവലംബിച്ചുകൊണ്ട്
കാര്യങ്ങൾ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഓരോരുത്തർക്കും സ്വന്തമായി സാധിക്കണം. അതിനുള്ള സന്ദർഭമായി നമ്മൾ ഉപയോഗിച്ചാൽ അതിലൂടെയും അള്ളാഹുവിന്റെ പ്രതിഫലം നമുക്ക് കാംക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന സൂചനയും അത് തന്നെയാണ്. ആരെങ്കിലും മരിക്കാതെ അവശേഷിക്കുമായിരുന്നെങ്കിൽ അള്ളാഹു അവശേഷിപ്പിക്കേണ്ട റസൂലിനെയായിരുന്നു. പക്ഷേ എല്ലാവർക്കും അള്ളാഹു മരണം വിധിച്ചിരിക്കുന്നു. അതിൽ നിന്ന് ആർക്കും മോചനമില്ല. ആ മരണഘട്ടം ഏറ്റവും ഹൈറായ രീതിയിൽ അള്ളാഹുവിന്റെ നല്ലവരായി വരുന്ന, നല്ല രൂപത്തിൽ ആത്മാവിനെ പിടിക്കുന്ന മലക്കുകളുടെ കൈകളിലൂടെ മരണം സ്വീകരിക്കുവാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനായിക്കൊണ്ട്, മുത്തഖിയായിക്കൊണ്ട്, അള്ളാഹുവിൽ സ്വീകാര്യരായിക്കൊണ്ട് മരിക്കാൻ നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഖബർ ജീവിതവും പരലോക ജീവിതവും അള്ളാഹുവിന്റെ സാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരെയും അള്ളാഹു പരലോകത്ത് സ്വർഗത്തിൽ മാത്രം പ്രവേശിക്കുന്നവരായി അള്ളാഹു അംഗീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين.